ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. ഫസ്റ്റ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഗൈസ്. എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാനൊരു ഗ്രാഫിക് ഡിസൈനർ ആട്ടോ. അപ്പോൾ അതിൻ്റെയോടൊപ്പം ഒരു ഹൈബ്രിഡ് അത്ലറ്റ് ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇഞ്ചുറി കാരണം കുറച്ച് ദിവസമായി ജിമ്മിലൊക്കെ പോയിട്ട്. അപ്പോൾ ഇന്നോടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഏത് ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും വാമ്പും സ്ട്രെച്ചിങ്ങും നന്നായിട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ആദ്യം പോണ ഗ്രൗണ്ടിലാട്ടോ, അവിടെ റോപ്പ് ക്ലൈമ്പിങ് ചെയ്യണം. റോപ്പ് ക്ലൈമ്പിങ് എൻ്റെ ഫേവറേറ്റ് വർക്കൗട്ട് ആട്ടോ. നമ്മളെ ബാക്കിനും പിന്നെ ഷോൾഡർ, ഫോർ ആംസ് അതിനൊക്കെ നല്ല ബെസ്റ്റ് വർക്കൗട്ടാണ്. ഇറങ്ങാൻ നേരത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. നമ്മളെ നീക്ക് ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പ്രഷർ കൊടുക്കുമ്പോൾ എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ച് നമ്മളപ്പോൾ ജിമ്മിലെത്തി. കുറച്ച് ദിവസമായില്ലേ ജിമ്മിലൊക്കെ പോയിട്ട്. അപ്പോൾ ഒരു 4 ഡേയ്സിന് ഫുൾ ബോഡി വർക്കൗട്ട് ചെയ്യണം. നമ്മൾ ആദ്യം തന്നെ ജമ്പിങ് റോപ്പാണ് ചെയ്തേട്ടോ. നമ്മൾ ചെയ്തപ്പോൾ തന്നെ ഇഞ്ചുറി ആയ കാലിന് ചെറിയ ഇളക്കം ഫീൽ ചെയ്തു. അപ്പോൾ ഇഞ്ചുറി കറക്റ്റായിട്ട് ഹീലായിട്ടില്ല. ഞാൻ ഇഞ്ചുറി ചെയ്യുമ്പോൾ റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കും. എന്നാലും ഒന്ന് റിക്കവറി ആകുമ്പോൾ തന്നെ പിന്നെയും വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ആണെങ്കിൽ ആര് പറഞ്ഞാലും കേൾക്കാറില്ല. എനിക്ക് പറ്റുന്ന ഫോൾട്ട് അതൊക്കെയാണ്. കുറച്ച് ദിവസം മുമ്പ് ഫിസിയോടെ അടുത്ത് പോയി. അവരപ്പോൾ സ്ട്രെങ്തനിങ് വർക്കൗട്ടൊക്കെ പറഞ്ഞു. അതൊന്നും ചെയ്തില്ല. ജിമ്മിലെ ട്രെയിനർ എപ്പോഴും വാൺ ചെയ്യാറുണ്ട് ഈ സമയത്ത് ഇതൊന്നും ചെയ്തെന്ന്. കുറച്ച് ദിവസം സ്കിപ്പിങ്, റണ്ണിങ് അതുപോലത്തെ ആക്ടിവിറ്റീസ് പിന്നെയും നിർത്തണം ഗൈസ്. വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അതേപടി പോകും. ലോവറിന് ഇപ്പോൾ നന്നായി സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം. എന്ത് ഇഞ്ചുറി ഒക്കെ ആണെങ്കിലും പ്രോപ്പറായി റെസ്റ്റും കാര്യങ്ങളും എടുത്താൽ മാറും. നമ്മൾ തളരരുത്. നമ്മൾ മുന്നോട്ട് തന്നെ പോകണം ഗൈസ്.